ഡിവിഷണൽ അക്കൗണ്ടിനകത്ത് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 20 ക്വസ്റ്റ്യൻസ് ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. അടുത്ത 10 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോ. അടുത്ത 10 ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുൻ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. പാർട്ട് 1, പാർട്ട് 2 10 ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. ഇനി അല്ല എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് കയറിയിട്ട് ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഫോൾഡർ എടുത്താൽ മതി. ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ അകത്തുണ്ട്. അല്ലെങ്കിൽ PSC മുൻവർഷ ചോദ്യങ്ങൾ അതിനകത്തും ഉണ്ട്. ഓക്കെ, അപ്പം നോക്കിയല്ലോ, ഇത് യഥാർത്ഥത്തിൽ +1 സെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് വായിക്കാം. ഇഫ് an is the set of prime numbers, if an is the set of first n prime numbers, then the number of element in union from n equal to 2 to 5 an is, അർത്ഥം പറഞ്ഞുതരാം. ഓക്കെ, an എന്ന് പറയുന്ന is the set of first n prime number ആണ് പറയുന്നുണ്ട്. അപ്പോൾ an is the set of first n prime number. അപ്പോൾ പ്രൈം നമ്പേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് കാണിക്കാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 2, 3, 5, 7, 11, 13, 17 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് പ്രൈം നമ്പേഴ്സ്. മറ്റ് സംഖ്യകൾ കൊണ്ടൊന്നും ഹരിക്കാൻ കഴിയാത്ത സംഖ്യകൾ. ഇപ്പൊ ഇതിനകത്ത് ഞാൻ 9 എഴുതിയില്ല. റീസൺ 9നെ എനിക്ക് 3 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ 8 എഴുതിയില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ മറ്റ് സംഖ്യകൾ കൊണ്ടൊന്നും ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളാണ് പ്രൈം നമ്പർ 1, പ്രൈം നമ്പർ 2. അപ്പൊ നിങ്ങൾ നോക്കണം, യൂണിയനാ ഈ യു എന്ന് പറഞ്ഞാൽ യൂണിയൻ എവിടുന്നാ n is equal to 2 to 5 an എന്നുവെച്ചാൽ an എന്ന് പറയുന്ന ഒരു സെറ്റ്. ആ an എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റാ. ആ anനകത്ത് നിങ്ങൾ ആദ്യം 2 കൊടുക്കണം, പിന്നെ 3 കൊടുക്കണം, 4 കൊടുക്കണം, അങ്ങനെ പോകും. അപ്പൊ ആദ്യം നിങ്ങൾ n is equal to 2 എന്നാ കൊടുക്കേണ്ടത്. അപ്പൊ ആടെ n is equal to 2 to 5 ആ. അതായത് n-ന് 2 കൊടുക്കണം, 3 കൊടുക്കണം, 4 കൊടുക്കണം, 5 കൊടുക്കണം, ഇത്രയും കൊടുക്കണം. അപ്പൊ n-ന് നമ്മൾ 2 കൊടുക്കുവാണെങ്കിൽ a2 കിട്ടും. ഈ n-ന്റെ സ്ഥാനത്ത് നിങ്ങൾ ഈ 2 എടുത്തിട്ട് കൊടുക്കുവാണെങ്കിൽ a2 കിട്ടും. a2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പ്രൈം നമ്പർ എന്നാണ്. ആദ്യത്തെ 2 പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം. ഇതിന്റെ സെറ്റിനെ നമ്മൾ ഈ ബ്രാക്കറ്റ് ഇട്ട് എഴുതി വെക്കും. ഓക്കെ, ഇനി അടുത്ത a3, അങ്ങനെ a5 വരെ കൊടുക്കണമെന്നാ. ആദ്യത്തെ 3 പ്രൈം നമ്പർ 2, 3, 5. a4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 പ്രൈം നമ്പർ 2, 3, 5, 7. a5 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പ്രൈം നമ്പർ 2, 3, 5, 7, 11. ഓക്കെ, ഇതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ യൂണിയൻ എന്ന് വെച്ചാൽ ഇതിനെ എല്ലാം കൂടെ ഒരുമിപ്പിച്ചാൽ അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എല്ലാ എലമെന്റും കൂടെ പറക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം 2 ഇടുക, പിന്നെ 3 ഇടുക. ഇതിനകത്ത് 2, 3 ആൾറെഡി ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്ത 5 ഇടുക. ഒരിക്കലും സെറ്റിനകത്ത് എലമെന്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. ഒരു വട്ടം 2 എഴുതിയാൽ പിന്നെ എഴുതിക്കൂടാ നമുക്ക്. ഓക്കെ, ഇനി ഇതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഒരു കൊട്ടയെ തട്ടിയിടുക. പക്ഷേ ആ കൊട്ടയിൽ 2, 3 വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് 2, 3 അതിനകത്ത് വീഴത്തില്ല. ആൾറെഡി ഉള്ള സാധനം അതിനകത്ത് ഇനി വീണ്ടും ഇട്ട് വെക്കരുത്. ബാക്കിയുള്ളത് ഇട്ടാൽ മതി. അപ്പൊ ഇതെല്ലാം കൂടെ കൊട്ടയെ തട്ടിയാൽ അതിനകത്ത് എന്തൊക്കെ കാണും? 2 ഉണ്ട്, 3 ഉണ്ട്, 5 വരും, പിന്നെ 7 വരും, 11 വരും. എന്നുവെച്ചാൽ ഇതിനകത്തുള്ള എല്ലാ എലമെന്റും കൂടെ ഒരു സെറ്റ് ആക്കിയാൽ എന്ത് കിട്ടും? 2, 3, 5, 7, 11. ഇത്ര എലമെന്റ് അല്ലേ ഇതിനകത്തുള്ളത്. ഇതിന്റെ യൂണിയനെ വിളിക്കുന്ന പേരാണ് ഇത്, യൂണിയൻ. ഓക്കെ, അതിനകത്ത് എത്ര എലമെന്റ് കാണുമെന്നാ പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാൽ ഇതിന്റെ യൂണിയൻ n-ന് 2 മുതൽ 5 വരെ കൊടുക്കുന്ന സെറ്റുകളുടെ യൂണിയനകത്ത് ദ നമ്പർ ഓഫ് എലമെന്റ് എത്ര എലമെന്റ് കാണുമെന്ന ചോദ്യം. എണ്ണി നോക്ക്, 1, 2, 3, 4, 5. 5 എണ്ണം. ഓപ്ഷൻ ഡി. ഓക്കെ, അത് കൂടുതലൊന്നും. ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ വരുന്നത് നമ്മുടെ ഉത്തരം കേട്ടോ. ചോദ്യം നമ്പർ 2. If A is equal to set, ഇതും സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റിനാ. xy such that x square plus y square less than or equal to 1, x square plus y square less than or equal to 1, xy element in R അല്ലെങ്കിൽ belongs to R, and B is equal to xy such that xy ordered where xy such that x square plus y square less than or equal to 4, x, y element in R, then താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി? നോക്കാം. എന്താണിത്? എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അതിനകത്ത് കുറെ എലമെന്റുകളുണ്ട്. ഓക്കെ, ഓർഡേർഡ് വെയർ ആയിട്ടുള്ള എലമെന്റുകളാണ്. അപ്പൊ ആ എലമെന്റ് നിൽക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ഥലത്തെ പോയിന്റുകളാണ്.
ഓക്കെ, അവിടെ ആ സ്ഥലത്തെ പോയിന്റ്. അപ്പൊ ആ സ്ഥലം എന്തോന്ന് ആദ്യം നമ്മൾ x² + y² = 1 എന്തോന്ന് മനസ്സിലാക്കണം. x² + y² എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സെറ്റ് ദാറ്റ് ഈസ് ഇക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു സർക്കിളാണ്. സർക്കിള് ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഓക്കെ, ഈ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ 0 0 ആയിരിക്കും. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിന്റെ റൂട്ട് ആയിരിക്കും. ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിനൊരു സെന്ററും കാണണം, ഒരു റേഡിയസും വേണം. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ 1ന്റെ റൂട്ട് ആയിരിക്കും. √1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് 1 ആണെന്ന് വിചാരിച്ചോ, ഇത് -1 വരും, ഇത് 1 വരും, ഇത് -1. സെന്റർ ഈ 1 റേഡിയസ് ഒരു സർക്കിൾ വരച്ച എങ്ങനെ ഇരിക്കും? ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഫിഗർ, ഈ സർക്കിള്. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നു < ≤ 1 എന്നുവെച്ചാൽ ഈ 1 അതിൽ താഴെയുള്ള പോയിന്റ്, ആ താഴെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വരും. ഈ ഭാഗം മൊത്തം കൂടെ കവർ ചെയ്യുന്നതാ യഥാർത്ഥത്തിൽ ഈ ഭാഗത്തുള്ള എല്ലാ പോയിന്റുകളും, ഇവിടെയുള്ള എല്ലാ പോയിന്റുകളുടെയും കൂടെ സെറ്റാ ഈ എ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ സർക്കിളിന്റെ ഏരിയ, അതാണ് എ എന്ന് പറയുന്നത്. ഏരിയ അല്ല, ഈ സർക്കിളിന്റെ ഏരിയ നിൽക്കുന്ന കംപ്ലീറ്റ് പോയിന്റുകൾ, ഈ പോയിന്റുകളുടെ സെറ്റാ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1 ആണേ. ഇതാണ് എ എന്ന് പറയുന്നത്, എ. അപ്പൊ എ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എ എന്ന് പറയുന്ന സെറ്റ് ഇതിനകത്തുള്ള എലമെന്റുകളാണ്. ഓക്കെ, ഇനി അടുത്ത x² അടുത്തത് ബി എന്ന് പറയുന്ന സെറ്റിനകത്തോട്ട് നോക്ക്. ബി എന്ന് പറഞ്ഞാൽ x² + y² < 4 ആണ്. അപ്പൊ ആദ്യം x² + y² = 4 എന്ന് പറയുന്ന സർക്കിൾ, ഇതൊരു സർക്കിളാണ്. x² + y² = r² എന്ന് പറയുന്ന സർക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ x² + y² = r². ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ 0 0 ഒറിജിൻ ആയിരിക്കും. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട്. അപ്പൊ ഇവിടെ സെന്റർ 0 0 എന്നായിരിക്കും. ഇത് റേഡിയസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളതിന്റെ റൂട്ട്, 4ന്റെ റൂട്ട് എടുക്കണം 2. അപ്പൊ ഇവിടെ അർത്ഥത്തിൽ 2 ഇവിടെ വരത്തില്ലേ? ഓക്കെ, അപ്പൊ ആ 2 കൂടെ ഇവിടെ -2 കാണും, ഇവിടെ 2 കാണും. ഇത് y ആക്സിസാ, ഇവിടെ -2 ആണ്. ഇതുവഴി കടന്നു പോകുന്ന സർക്കിളാണ് യഥാർത്ഥത്തിൽ ബി. ആ സർക്കിളിനകത്ത് വരുന്ന ഈ പോയിന്റുകൾ, ഈ പോയിന്റ് കംപ്ലീറ്റ് കാണും കേട്ടോ. ഇതിനകത്തുള്ള കംപ്ലീറ്റ് പോയിന്റുകളുടെ സെറ്റ് യഥാർത്ഥത്തിൽ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എയും ബിയും എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വട്ടത്തിനകത്തുള്ളതെല്ലാം എ, ഈ വട്ടത്തിനകത്തുള്ളതെല്ലാം ബി. അപ്പൊ നമ്മുടെ ചോദ്യം ഇതിനകത്ത് താഴെ തന്നിരിക്കുന്നത് ഏത് ശരിയെന്നാ. നമുക്ക് ആദ്യം a - b നൾ സെറ്റ്, ഇതൊന്ന് വായിച്ചു തരട്ടെ. a - b = 0 നൾ സെറ്റ് എന്നാ പറയുന്നത്. നൾ സെറ്റ് ബി എന്ന് വെച്ചാൽ ഒന്നുമില്ല. എക്കകത്തുനിന്ന് ബി എടുത്തു കളഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല എന്നാ പറയണ്ടേ. എക്കകത്തുനിന്ന് ബി എടുത്തു കളഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. ഓക്കെ, എന്ന് വെച്ചാൽ എക്കകത്തുനിന്ന് ബിയുടെ ഭാഗം മൊത്തം കളഞ്ഞാൽ എ എന്ന് പറയുന്ന സാധനം നമ്മൾ എടുക്കുന്നത്, അതിനകത്തുനിന്ന് ബിയുടെ ഭാഗം മൊത്തം എടുത്ത് കളഞ്ഞാൽ പിന്നെ എക്കകത്തൊന്നും ഇല്ല എന്നാ ഇതിന്റെ അർത്ഥം. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ഈ അകത്തുള്ള സർക്കിളാണ്. അതിനകത്തുനിന്ന് ബിക്കകത്തുള്ള എല്ലാ എലമെന്റ്, ബിയുടെ ഭാഗമായി വന്നേക്കുന്ന എല്ലാം എടുത്ത് വെട്ടി അങ്ങ് കളയുക. നമ്മളങ്ങ് നശിപ്പിച്ച് കളയുക. അപ്പൊ എ എന്ന് പറയുന്ന ഈ വട്ടത്തിനകത്തുനിന്ന് ബിക്കകത്ത് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം പൊക്കിയെടുത്ത് കളയുക നമ്മള്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ബി എന്ന് പറയുന്നത് കണ്ട ഈ സർക്കിളിന്റെ ഭാഗമാണ്. ബി എന്ന് പറയുന്നത് കണ്ട രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന വലിയ സർക്കിളാണ് ഈ വലിയ സർക്കിൾ. ആ വലിയ സർക്കിളിന്റെ ഭാഗം എത്രമാത്രം എക്കകത്തുണ്ടോ അത് കളയണം. അപ്പൊ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സർക്കിൾ. അതിനകത്ത് ബിയുടെ ഭാഗം എടുത്ത് കളഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് വല്ലതും ഉണ്ടോ? മനസ്സിലായോ എന്തോ? ഇത് എ എന്ന് പറയുന്ന സർക്കിള്. ഈ സർക്കിളിനകത്തുനിന്ന് ബി എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളാ, കംപ്ലീറ്റ് സാധനമാണ്. അത് ഈ സർക്കിളിൽ എത്രമാത്രം ബി ഉണ്ടോ അതെടുത്ത് കളയണം. ഈ ഭാഗം കിടക്കുന്ന മൊത്തം ബിയുടെ ഭാഗം തന്നെ. അത് വെട്ടി ഞാൻ കളഞ്ഞാൽ പിന്നെ എക്കകത്ത് വല്ലതും ഉണ്ടോ? എക്ക് സ്വന്തം എന്ന് പറയാൻ വേറെ വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുതി വെക്കായിരുന്നു. ഇല്ലല്ലോ. എക്കകത്തുള്ള എല്ലാ എലമെന്റും ബിക്കകത്തുണ്ടെങ്കിൽ a - b എന്ന് പറയുന്ന നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ശരിയായിരിക്കും. ഇത് കുറച്ചും കൂടെ ഒന്ന് വ്യക്തമാക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് 2 4 6 ഇത്രയുണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 4 6 8 ഇത്രയും സാധനം അല്ലെ 10 ഉണ്ടെന്ന് വിചാരിക്കുക. എക്കകത്തുനിന്ന് നമ്മൾ ബിയുടെ എലമെന്റ് എല്ലാം എടുത്ത് കളയുക. എക്കകത്തുനിന്ന് ബിക്കകത്തുള്ള എലമെന്റ് എല്ലാം എടുത്ത് കളയുക. എക്കകത്തുനിന്ന് ബിയുടെ എലമെന്റ് എല്ലാം എടുത്ത് കളയുക. ബിയുടെ എലമെന്റ് 2 അതെടുത്ത് കളഞ്ഞ്, ബിയുടെ എലമെന്റ് 4 അതെടുത്ത് കളഞ്ഞ്, ബിയുടെ എലമെന്റ് 6 അതെടുത്ത് കളഞ്ഞ്. എക്കകത്തുനിന്നാ കളയുന്നത്. ഇനി എക്കകത്തുനിന്ന് പോകാൻ ആളില്ല. അപ്പം ഇനി അവിടെ അവശേഷിക്കുന്നത് നൾ സെറ്റ് ആയിരിക്കും. എക്കകത്തുനിന്ന് ബിക്കകത്ത് ആരുണ്ടോ അതെല്ലാം എടുത്ത് കളഞ്ഞാൽ അവിടെ അവശേഷിക്കുന്നത് നൾ സെറ്റ് ആയിരിക്കും. അത് തന്നെ ഇവിടെ എ ഇതാണ്. പിന്നെ ഒരു ബി എന്ന് പറയുന്നത് ഇത് ഉൾപ്പെടെ ബാക്കി പുറത്തും കൂടെ കുറച്ചും കൂടെ ഉണ്ട്. ഈ എക്കകത്തുനിന്ന് ബിയുടെ ഭാഗം മൊത്തം എടുത്ത് കളഞ്ഞാൽ പിന്നെ എക്കകത്ത് ആരും ഇല്ല.
നൾ സെറ്റ് വരും. ഫസ്റ്റ് വാചകം തന്നെ ശരിയാണ്, അതുകൊണ്ട് അത് കറുപ്പിക്കാൻ, ബാക്കിയുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് ശരിയാണ്, ഫസ്റ്റ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മീൻ ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് n² / 125. ദ വാല്യൂ ഓഫ് n. എന്തോ ചോദ്യം? മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ശരാശരി യഥാർത്ഥത്തിൽ എന്തുവാ? n² ആണ്. n². ഓക്കെ, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആണ്, സോറി സം ആണ് n². ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി അഥവാ ആവറേജ് മീൻ എന്ന് പറയുന്നത് n ആണ്. n ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആണ്. പക്ഷെ ഇവിടെ പറയുന്നു ദ മീൻ മീൻസ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നമ്പർ ഈസ് n² / 125. അതായത് ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n² / 125 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആണെന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു വാചകം നമുക്ക് എഴുതിക്കൂടെ? ഇത് ചോദ്യത്തിൽ പറയുക ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n² / 125 ആണ് ചോദ്യത്തിൽ പറയുന്നു. നമുക്കറിയാം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഒന്നായേ പറ്റും. അപ്പം n² / 125 ദാറ്റ് ഇസ് ഈക്വൽ ടു n. ഈ 125നെ നമുക്ക് ഇങ്ങനെ റൈറ്റ് സൈഡ് ഇവിടെ കൊണ്ടുവരാം. അപ്പൊ n² ദാറ്റ് ഇസ് ഈക്വൽ ടു n × 125 എന്ന് കിട്ടും. ഓക്കെ, അപ്പുറം ഇപ്പുറം ഓരോ n വെച്ച് കട്ട് ചെയ്തു പോകും. n² ഒരു n ഈ n ആയിട്ട് കട്ട് ചെയ്യാം. അപ്പുറം ഇപ്പുറം n² എന്ന് പറഞ്ഞാൽ n × n അല്ലേ? ഓക്കെ, n² എന്ന് പറഞ്ഞാൽ n × n. അപ്പുറത്ത് എന്തുകൊണ്ട്? n × 125 ഉണ്ട്. ഈ n ഇവിടെ കട്ട് ചെയ്യും. അപ്പൊ ലാസ്റ്റ് n = നമുക്ക് 125 എന്ന് കിട്ടും. അപ്പൊ ഈ n² ഒരു n ഈ n ഇവിടെ കട്ട് ചെയ്യും. അപ്പൊ n = നമുക്ക് 125 എന്ന് കിട്ടും. അപ്പൊ n ന്റെ വില 125 എന്ന് വരും. അപ്പം ഫൈൻഡ് ദ വാല്യൂ ഓഫ് n എന്നാ ചോദ്യം. അപ്പൊ n ന്റെ വില 125, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 12 ഒബ്സർവേഷൻ ഈസ് 20. അവിടെ നോക്കട്ടെ, എന്തോ അതിൻ്റെ അർത്ഥം? 12 സംഖ്യ ഒബ്സർവേഷൻ, 12 സംഖ്യകൾ എന്ന് വിചാരിച്ചോ. 12 സംഖ്യകളുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, ശരാശരി എന്ന് പറഞ്ഞാൽ 20 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ശരാശരി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ശരാശരി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈ എണ്ണമാണ്. അപ്പൊ ഈ എണ്ണത്തെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പുതിയൊരു ഇക്വേഷനിലോട്ട് നമുക്ക് എത്താം. എണ്ണം ഇൻറ്റു ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, ശരിയല്ലേ? അപ്പൊ അത് നമുക്ക് എഴുതിയാലോ. എണ്ണവും ആവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ലഭിക്കും. 12 ഒബ്സർവേഷൻ, 12 എണ്ണമാണ്. 12 എണ്ണത്തിന്റെ ആവറേജ് ആണ് തന്നേക്കുന്നത് 20. മീൻസ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് അത് തന്നിട്ടുണ്ട് 20. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ 12 എണ്ണത്തിന്റെ ടോട്ടൽ കിട്ടും. 12 × 2 = 24, 240 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇഫ് 2 ഒബ്സർവേഷൻസ് 15 and 25 ആർ റിമൂവ്ഡ്. ഇതിനകത്ത് 15, 25 മാറ്റി. അപ്പൊ നിലവിൽ ടോട്ടൽ 240 ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഈ 15, 25 മാറ്റപ്പോൾ അത് കുറയത്തില്ലേ? എന്നുവെച്ചാൽ 15 നമ്മൾ മാറ്റി, 25 മാറ്റി. ടോട്ടലി എത്ര മാറ്റി നമ്മൾ? 5, 5, 10, 2, 1, 3, 1, 4, 40 മാറ്റി. അപ്പൊ 40 മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ടോട്ടൽ 200 ആയിരിക്കും. 240, 40 ആയി 200. അപ്പൊ 12 എണ്ണത്തിന് 2 എണ്ണം മാറ്റിയാൽ ബാക്കി ഇനി 10 എണ്ണേ ഉള്ളു, ശരിയല്ലേ? ഇനി നമുക്ക് then the arithmetic mean of the remaining observation, ബാക്കിയുള്ളതിന്റെ arithmetic mean മീൻസ് ആവറേജ് എത്രയാണെന്നാ ചോദ്യം. മനസ്സിലായോ? 12 സംഖ്യകളുടെ ആവറേജ് 20 ആണ്. അതിൽ നിന്ന് 15നെ 25നെ മാറ്റുന്നു. ബാക്കിയുള്ളതിന്റെ ആവറേജ് എത്രയാണെന്ന് ചോദ്യം. അപ്പൊ ബാക്കിയുള്ള ടോട്ടൽ 200 അല്ലേ? ആ 200നെ എണ്ണം ടോട്ടലിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെടില്ലേ ആവറേജ് കിട്ടുന്നത്. എത്ര പേരുണ്ട്? 10 പേര്. ഡിവൈഡ് ചെയ്യപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും 20. 200നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 20, ഓപ്ഷൻ ബി. അതാണ് ഉത്തരം. ഇതിലോട്ട് നമ്മൾ പോവാണ്. ഇഫ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 1, x, 2, y ആൻഡ് x + y, 2 ലൈസ് ഓൺ x ആക്സിസ്. ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേട്ടോണം. ഒരു ട്രയാങ്കിൾ, ഇത് x1, ഇത് y1, ഇത് s2, ഇത് y2, ഇത് s3, ഇത് y3. ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ ആവറേജ് എടുത്താൽ മതി. ഈ എക്സുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇതിന്റെ സെൻട്രോയിഡ് നമുക്ക് കണ്ടെത്തണം. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. x1 + s2 + s3, എന്നിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. y കോർഡിനേറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക. y എന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിന്റ്, 1, 2, 3, y1, y2, y3.
ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇതാ സെൻട്രോയിഡ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിന്റെ വെർട്ടെക്സുകളായത് ട്രയാങ്കിളിന്റെ വെർട്ടെക്സുകളായി തന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എക്സുകൾ, ആദ്യത്തെ പോയിന്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 പ്ലസ് ഇവിടുത്തെ 2 പ്ലസ് ഇവിടുത്തെ എക്സ് പ്ലസ് വൈ, ആദ്യത്തെ പോയിന്റുകളാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് കണ്ടെത്താൻ നിങ്ങൾ രണ്ടാമത്തെ പോയിന്റുകൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഈ എക്സ് പ്ലസ് ഈ വൈ പ്ലസ് ഇവിടെ ആരുണ്ട് 2, 3 കൂടെ ആഡ് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാ സെൻട്രോയിഡ്. ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ 1 പ്ലസ് 2 3 നമുക്ക് എഴുതാം. അതുകൊണ്ട് 3 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം, ഡിവൈഡ് ബൈ 3. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞേക്കുന്നത്, ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് നിലനിൽക്കുന്നത് ലൈസ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനകത്താണ് ഇത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ വീണ്ടും ഒന്ന് ആലോചിക്കണേ, എക്സ് ആക്സിസിനകത്ത് ഏത് പോയിന്റ് എടുത്താലും അവിടെ y 0 ആയിരിക്കും. എക്സ് ആക്സിസിനകത്ത് ഇപ്പൊ ഇതൊരു y ആക്സിസും എക്സ് ആക്സിസും ആണ്. എക്സ് ആക്സിനകത്തെ പോയിന്റ് ഇത് y ആക്സിസ് ആണ്, താഴോട്ട് വന്ന് y ആക്സിസ്, അങ്ങോട്ട് വന്ന് എക്സ് ആക്സിസ്. എക്സ് ആക്സിനകത്ത് ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് ആക്സിനകത്ത് ഒരു പോയിന്റ് 2 0, y 0 ആണോ അത് എക്സ് ആക്സിസിൽ നിൽക്കുന്ന പോയിന്റാണ്. അപ്പൊ ഈ സെൻട്രോയിഡ് എക്സ് ആക്സിസിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം y രണ്ടാമത്തെ പോയിന്റ് 0 ആണെന്നാണ്. മീൻസ് ഇത് 0 ആണെന്നാണ്. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് 2 ബൈ 3 ദാറ്റ് ഇസ് ഇക്വൽ ടു 0. ഈ 3 ഇപ്പുറത്തുണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് 2 ദാറ്റ് ഇസ് ഇക്വൽ ടു 3 ഇൻറ്റു 0, 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ താഴത്തെ നിരക്കിൽ എന്താണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാധനമില്ല, നമുക്ക് ഈ രണ്ടിനെ അപ്പുറത്താക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഇക്വൽ ടു 2 അങ്ങ് അപ്പുറത്ത് പോയാൽ -2 എന്ന് കിട്ടും. ഇങ്ങനൊരു സാധനമുണ്ട്, എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഇക്വൽ ടു -2. ഓപ്ഷൻ ഡി ഇതായിരിക്കും ശരി ഉത്തരം. ഓക്കെ, ഓർക്കുക, ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം x1 s2 s3 കൂടെ ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് ഇവിടുത്തെ എക്സുകൾ ആദ്യത്തെ പോയിന്റുകൾ 3 കൂടെ ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എക്സും വൈയും 2 കൂടെ ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് സെൻട്രോയിഡ്. അപ്പൊ ഈ സെൻട്രോയിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടാന്നാ പറഞ്ഞേക്കുന്നത്? എക്സ് ആക്സിസിനകത്താന്ന് പറയുന്നുണ്ട്. എക്സ് ആക്സിനകത്ത് y കോർഡിനേറ്റ് 0 മീൻസ് രണ്ടാമത്തെ പോയിന്റ് 0 അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് 2 ബൈ 3 ഈ സാധനം 0. 3 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 3 ഇൻറ്റു 0 0, 2 അപ്പുറത്ത് പോകുമ്പോൾ -2. അപ്പൊ എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു -2. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബൈസെക്ടേഴ്സ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് മോഡ് എക്സ് ഇസിക്കൽ ടു മോഡ് വൈ. ഈ ലൈൻ നമ്മൾ വരയ്ക്കണം കേട്ടോ. ഈ ലൈൻ നമുക്ക് വരയ്ക്കാം. നിങ്ങൾ ഒന്നീ മോഡ് എക്സ് ഇസിക്കൽ ടു മോഡ് വൈയുടെ ലൈൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പഠിച്ചു വെക്കാം, അല്ല ഇത് വരയ്ക്കാൻ പഠിക്കണം. ഇത് വരയ്ക്കാൻ ഞാൻ ഇതിന്റെ ആദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു തന്നിട്ട് പറയാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ ലൈൻസ് ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചേക്ക്, ഇത് പഠിക്കണമെങ്കിൽ. ഓക്കെ, ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. മോഡ് എക്സ് ഈക്വൽ ടു മോഡ് വൈ എന്ന് പറയുന്ന ലൈൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ലൈനിന്റെ പേര് y ഈസ് ഈക്വൽ ടു x എന്നാണ്. ഈ ലൈനിന്റെ പേര് y ഈസ് ഈക്വൽ ടു -x. y ഈസ് ഈക്വൽ ടു x എന്ന് പറയുന്ന ലൈനും y ഈസ് ഈക്വൽ ടു -x എന്ന് പറയുന്ന ലൈനിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് യഥാർത്ഥത്തിൽ മോഡ് എക്സ് ഈക്വൽ ടു മോഡ് വൈ. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി ഇതാണ് അതിന്റെ ഫിഗർ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ അറിയാം? ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതെങ്ങനെ അറിയാം? അപ്പൊ അത് വരച്ച് നോക്കേണ്ടി വരും. എക്സിനൊക്കെ ഓരോ പോയിന്റുകൾ ഇട്ട് നമ്മൾ വരച്ച് നോക്കേണ്ടി വരും. അപ്പൊ അത് വരച്ച് നോക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം, അത് പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ഇതിന്റെ എന്തുവാ ചോദ്യം? ഈ രണ്ട് ലൈൻ, ആ രണ്ട് ലൈനിന്റെ ആംഗിൾ. അപ്പൊ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും കൂടി ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ ബൈസെക്ടറിന്റെ പേരാ ചോദിച്ചേക്കുന്നത്. ഇതൊരു ബൈസെക്ടർ അല്ലേ? ഇതിന്റെ കറക്റ്റ് ബൈസെക്ടർ ആയത്. ഈ ലൈനിന്റെ പേര്, ഇത് y ആക്സിസ് ആ, y ആക്സിസ്. ഈ y ആക്സിന്റെ പേര് യഥാർത്ഥത്തിൽ x ഈസ് ഈക്വൽ ടു 0 എന്നാ. അപ്പൊ ഇതൊരു ആംഗിൾ ബൈസെക്ടർ ആ. ഇതിന്റെ ഈ രണ്ട് ലൈനിന്റെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനായത്. അതിനെ ആംഗിൾ ബൈസെക്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇതും സെയിം ആയിരിക്കും. അത് y ആക്സിസ് ആ.
വൈ ആക്സിസിന്റെ പേര് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. കാരണം വൈ ആക്സിനകത്ത് എല്ലാ പോയിന്റിനകത്ത് എക്സ് 0 ആയിട്ട് കാണാൻ പറ്റത്തില്ലേ? ഓക്കെ, വൈ ആക്സിനകത്ത് എല്ലാ പോയിന്റിനകത്തും എക്സ് 0 അല്ലേ? ഇപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് അതിന്റെ പേര്, അങ്ങനെ ഓർക്കാം. ഇനി നിങ്ങൾ നോക്ക്, ഈ രണ്ട് ലൈനെ നിങ്ങൾ പരിഗണിക്കപ്പം ആൾറെഡി ഇവിടെ ഇവിടെ ഒരു ആംഗിളും കൂടെ കാണുന്നില്ലേ? ഇവിടെ ഒരു ആംഗിള്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതിന് തന്നെ ഇത് ഈക്വല്, അത് തന്നെ ഇത് അതിന്റെ ബൈസെക്ടറായി കടന്നു പോകുന്നത്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതിന്റെ ബൈസെക്ടറായി ഇത്. ഈ ലൈനിന്റെ പേര് എക്സ് ആക്സിസ് ആ. എക്സ് ആക്സിനകത്തിന്റെ ഇക്വേഷന്റെ പേരെന്തോ? എക്സ് ആക്സിന്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 0 എന്ന്. എക്സ് ആക്സിന്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 0, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 0യും y ഈസ് ഈക്വൽ ടു 0യും. ഇതായിരിക്കും ഈ രണ്ട് ലൈനിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ്. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. y ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഫിഗർ അല്ലാതെ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, മോഡ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് വൈ എന്ന. നമുക്ക് തൽക്കാലം ഇതിനെ തിരിക്കാം. മോഡ് വൈ ഈസ് ഈക്വൽ ടു മോഡ് എക്സ്. നിങ്ങൾ എക്സിന് ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എക്സിന് നിങ്ങൾക്ക് ആദ്യം 0 ഇട്ട് കൊടുക്കാം. ഇപ്പൊ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മോഡ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ y ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് y 0 ഇട്ട്, y 0 എഴുതി വെച്ച്. ഇനി അടുത്ത നിങ്ങൾ എക്സിന് 1 ഇട്ട് കൊടുത്ത്, അപ്പൊ മോഡ് വൈ ഈക്വൽ ടു, എക്സിന് ഞാൻ 1 ഇട്ട് കൊടുത്ത്, ശ്രദ്ധിക്കണം, എക്സിന് ഞാൻ 1 ഇട്ട് കൊടുത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ മോഡ് വൈ ഈസ് ഈക്വൽ ടു മോഡ് 1 എന്ന് കിട്ടും. മോഡ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മോഡുലസ് 1 ആണ്. അപ്പൊ മോഡ് വൈ 1 ആവണമെങ്കിൽ വൈക്ക് എന്തൊക്കെ വരാം? വൈക്ക് 1 ഇട്ട് കൊടുത്താൽ മോഡ് വൈയുടെ വാല്യൂ എന്ത് വരാം എന്ന് ആലോചിച്ച് നോക്ക്. മോഡ് വൈ 1 ആണ് എന്നുവെച്ചാൽ വൈയുടെ വില 1 ആവുമ്പോൾ മോഡ് 1 ആവത്തില്ലേ? അല്ലെങ്കിൽ വൈയുടെ വില -1 ആയാലും പോരെ. ഈ വൈക്ക് -1 ഇട്ട് കൊടുക്കുക. നിങ്ങൾ വൈക്ക് -1 ഇട്ട് കൊടുക്കുമ്പോൾ മോഡ് -1, മോഡുലസ് -1 എന്ന് വരും. മോഡ് -1 എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലേ? അപ്പൊ മോഡ് വൈ 1 ആണെങ്കിൽ ഈ വൈയുടെ വില 1 വരാം -1 വരാം. എന്ന് വെച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു 1 ആവുമ്പം, ശ്രദ്ധിക്കണം, എക്സ് ഈസ് ഈക്വൽ ടു 1 ആവുമ്പം വൈയുടെ വില 1 വരാം -1 വരാം. അതായത് എക്സിന്റെ വില 1 ആവുമ്പം വൈയുടെ വില 1 വരാം, അല്ലെങ്കിൽ എക്സിന്റെ വില 1 ആവുമ്പം വൈയുടെ വില -1 വരാം. ഓക്കെ, ഇനി ഞാൻ എക്സിന്റെ വില 2 എന്ന് എടുക്കുന്നു. 2. അപ്പൊ എക്സിന്റെ വില 2 വരപ്പോ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മോഡ് വൈ ഈക്വൽ ടു എക്സിന്റെ വില, ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഈ കോളത്തിൽ കിടക്കുന്ന ഈ സാധനത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. മോഡ് വൈ ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ഇട്ട് കൊടുക്കുന്നത്? 2 ഇട്ട് കൊടുക്കുന്നത്. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മോഡ് വൈ ഈക്വൽ ടു 2 എന്ന് വരും. മോഡ് വൈ 2 എന്ന് പറഞ്ഞാൽ വൈക്ക് എന്തൊക്കെ വരാം? വൈക്ക് 2 ഇട്ട് കൊടുത്താലും മോഡ് വൈ 2 അല്ലേ? മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഇനി നിങ്ങൾ വൈക്ക് നിങ്ങൾ -2 ഇട്ട് കൊടുക്ക്. വൈക്ക് -2 ഇട്ട് കൊടുത്താലും ഇവിടെ 2 കിട്ടത്തില്ലേ? അപ്പൊ മോഡ് -2 എന്ന് പറഞ്ഞാലും 2 തന്നെ അല്ലേ? മോഡുലസ് -2 2 അല്ലേ? 2. ഓക്കെ, അതായത് വൈയുടെ വില 2 ഇട്ട് കൊടുത്താലും ഇവിടെ 2 കിട്ടും. വൈയുടെ വില -2 ഇട്ട് കൊടുത്താലും ഇതിന്റെ വില 2 കിട്ടും. അപ്പൊ എക്സിന് 2 ഇട്ട് കൊടുക്കപ്പം, അതായത് റൈറ്റ് സൈഡ് 2 ഇട്ട് കൊടുക്കപ്പം നിങ്ങൾക്ക് വൈയുടെ വില 2ഉം കിട്ടും -2ഉം കിട്ടും. അതായത് എക്സിന്റെ വില 2 ആവുമ്പം വൈയുടെ വില 2 കിട്ടും, എക്സിന്റെ വില -2 ആവുമ്പം വൈയുടെ വില -2 കിട്ടും. അപ്പൊ ഇത്രയും കിട്ടി. ഇനിയും നിങ്ങൾ തുടരുവാണെങ്കിൽ ഇനി എക്സിന് നിങ്ങൾ പോസിറ്റീവ് വിലയാ 1ഉം 2ഉം ഇട്ട് കൊടുത്ത്, എക്സിന് നിങ്ങൾ നെഗറ്റീവ് വില ഇട്ട് കൊടു. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ, ശ്രദ്ധിച്ച്. ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേഷനിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയേ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. അല്ലാതെ നമ്മളിപ്പോ എന്തോ ചെയ്യുന്നത്? അത് കളഞ്ഞേക്കുക. ഇനി വീണ്ടും നിങ്ങൾ നോക്ക്, മോഡ് എക്സ് ഈക്വൽ ടു മോഡ് വൈ എന്നാണ്. അതിനെ നമ്മളൊന്ന് ഭംഗിക്ക് വേണ്ടി തിരിച്ചെഴുതിയിട്ടുണ്ട്. മോഡ് വൈ ഈസ് ഈക്വൽ ടു മോഡ് എക്സ്. ഇനി ഞാൻ എക്സിന് -1 ഇട്ട് കൊടുക്കാൻ പോവാണ്. എക്സിന് -1. അപ്പൊ എക്സിന് -1 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, മോഡ് വൈ ഈക്വൽ ടു ഇവിടെ മോഡ് -1 എന്ന് വരും. മോഡ് -1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1 ആണ്. ഓക്കെ, മോഡ് വൈ 1 ആയ, മോഡ് വൈ 1 ആയ നിങ്ങൾക്കറിയാലോ, മോഡ് വൈ 1 ആയ വൈയുടെ വില എന്തൊക്കെ വരാം? 1ഉം വരാം, വൈയുടെ വില -1ഉം വരാം. മോഡ് വൈ 1 ആയ വൈയുടെ വില 1ഉം വരാം, വൈയുടെ വില -1ഉം വരാം. എന്ന് വെച്ചാൽ എക്സിന്റെ വില നിങ്ങൾ -1 ഇട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വില 1 കിട്ടാം, എക്സിന്റെ വില -1 ഇട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വില 1 കിട്ടാം, വൈയുടെ വില -1 കിട്ടാം, വൈയുടെ വില 1 കിട്ടാം, അല്ലെങ്കിൽ -1 കിട്ടാം. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഇട്ടുകൊടു, എക്സിന് നിങ്ങൾ -2 കൂടി ഇട്ടുകൊടു. അപ്പൊ മോഡ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സിന് -2 ഇട്ട് കൊടുത്തു. അപ്പൊ മോഡ് -2 എന്ന് വരും. മോഡുലസ് -2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ മോഡ് വൈ ഈസ് ഈക്വൽ ടു 2. അപ്പൊ മോഡ് വൈ 2 ആണെങ്കിൽ വൈക്ക് എന്തൊക്കെ വരാം?
വൈക്ക് 2 ഇട്ട് കൊടുത്താലും മോഡ് y 2 ആണല്ലോ. വൈക്ക് -2 ഇട്ട് കൊടുത്താലും മോഡ് y 2 എന്നല്ലേ അല്ലേ? മോഡ് y 2 ആണെങ്കിൽ വൈയുടെ വില 2 വരാം -2 വരാം. അപ്പൊ എക്സിന്റെ വില -2 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈയുടെ വില 2 കിട്ടും. എക്സിന് നിങ്ങൾ -2 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈയുടെ വില -2 കിട്ടും. ഓക്കെ, ഈ പോയിന്റുകളെല്ലാം കൂടെ പ്ലോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ നേരത്തെ കിട്ടിയത് കണക്ക് കിട്ടും. ഓക്കെ, ഈ പോയിന്റുകളെല്ലാം കൂടെ ഞാൻ പ്ലോട്ട് ചെയ്ത് വെക്കാൻ പോവാം. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഇത് 1, 2, ഇത് -1, ഇത് -2, ഇത് 1, ഇത് 2, ഇത് -1, ഇത് -2. എക്സിന്റെ വില 0 എടുക്കുമ്പോൾ വൈക്ക് 0 കിട്ടത്തുള്ളൂ ഈ പോയിന്റ്. എക്സിന്റെ വില 1 എടുക്കുമ്പോൾ വൈയുടെ വില 1. അതായത് x 1, y 1. ഇതിന്റെ നേരെ ഇവിടെ വരും 1, 1. ഓക്കെ, ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എക്സിന്റെ വില 1 എടുക്കുമ്പോൾ വൈയുടെ വില -1 കിട്ടാം. എക്സിന്റെ വില 1 എടുക്കുമ്പം വൈയുടെ വില -1. അപ്പൊ x 1, y -1 ആവാം. അപ്പൊ എക്സിന്റെ വില 1, വൈയുടെ -1. അപ്പൊ -1ന്റെ 1ന്റെ നേരെ ഇവിടെ വരും. ഇത് ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് കയറി പോകും. എക്സിന്റെ വില 2 ആകുമ്പോൾ വൈയുടെ വില 2 കിട്ടുന്നുണ്ടല്ലോ. എക്സിന്റെ വില 2, വൈയുടെ വില 2. അപ്പൊ ഈ പോയിന്റും വരും. അപ്പൊ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ലൈൻ പോകും. എക്സിന്റെ വില 2 ആകുമ്പോൾ വൈയുടെ വില -2 കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ ഒരു പോയിന്റ്. ഇത് ഇങ്ങനെ പോകും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ലൈൻ കിട്ടി. ഇനി അതേ പോണക്ക് നിങ്ങൾ എക്സിന് -1 ഇട്ട് കൊടുക്ക്. എക്സിന് -1 ഇട്ട് കൊടുക്കുമ്പോൾ y 1 കിട്ടുന്നുണ്ട്. എക്സിന്റെ വില -1 ഇട്ട് കൊടുക്കും y 1 വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് പോകും. ഓക്കെ, എക്സിന്റെ വില 1 ഇട്ട് കൊടുക്കപ്പം വൈയുടെ വില എക്സിന്റെ വില 1 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈയുടെ വില 1 കിട്ടുന്നുണ്ട്. എക്സിന്റെ വില എക്സിന്റെ വില -1 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വൈയുടെ വില 1 കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ പോയിന്റ് വന്നത്. എക്സിന്റെ വില -1 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് -1 കിട്ടുന്നുണ്ട്. എക്സിന്റെ വില -1 ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് -1. ഈ പോയിന്റും വരും. ഇവിടുന്ന് ഇങ്ങോട്ടും പോകും. ഇത് ഇങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. എന്നുവെച്ചാൽ ഇങ്ങനെ 2 ലൈൻ. ഈ ലൈൻ്റെ പേര് y -h എന്നാ. ഈ ലൈൻ്റെ പേര് y x എന്നാ. അപ്പൊ ഇങ്ങനെ ഇത് കിട്ടുന്നത്. ഇതിപ്പോ മനസ്സിലാക്കി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഉറപ്പൊന്നുമില്ല എന്തോ അത്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ്, ജസ്റ്റ് എന്ന് പറയാം, mod x = mod y എന്ന് കണ്ടാൽ അത് ഇങ്ങനെ ഇരിക്കും. ഇനി നിങ്ങൾ നോക്ക്, y mod x എന്നാ കാണുന്നതെങ്കിൽ ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഇത് പഠിക്കപ്പോൾ എന്തായാലും ഇതും പഠിക്കണം. y mod x എന്നാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഈ മേപ്പോട്ടുള്ള പാർട്ട് മാത്രമേ കാണൂ. മനസ്സിലായോ? y mod x ആണെങ്കിൽ ഇതായിരിക്കും ഗ്രാഫ്. y mod x ആണെങ്കിൽ ഈ V ഷേപ്പ് ആയിരിക്കും ഗ്രാഫ്. mod y mod x ആണെങ്കിൽ ഇതായിരിക്കും ഗ്രാഫ്. ഇങ്ങനെ പോകും. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഗ്രാഫ് വരയ്ക്കേണ്ടത് എക്സിനും വൈക്കും ഓരോ പോയിന്റുകൾ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റുകളെ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞതാ. പുതിയൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, ഇല്ലെങ്കിൽ കളഞ്ഞേക്കാം. കളഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 hills are the same height. ഒരേ ഹൈറ്റിലുള്ള 2 മലകൾ. The distance between top of these hills is √675 മീറ്റർ. ഈ 2 മലകളുടെ അകലം 675 മീറ്റർ, √675 മീറ്റർ. A tower of height 15 meter is situated on these hills. ഓക്കെ, ഈ ഹില്ലുകളുടെ മുകളിൽ 15 മീറ്റർ നീളമുള്ള ടവർ നിൽപ്പുണ്ട്. Then the angle of elevation from the top of the other hill to the top of the tower is 1 situated on of these hills. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. 2 മലകളുടെ ടോപ്പ് ഇതാന്ന് വിചാരിച്ചോ. അപ്പൊ എ എന്ന് പറയുന്നത് ഒരു മലയുടെ ടോപ്പ് ഭാഗമാണ്, ബി എന്ന് പറയുന്നത് മറ്റൊരു മലയുടെ ടോപ്പ് ഭാഗം. ഇവ തമ്മിലുള്ള അകലം തന്നേക്കുന്നത് √675. ഒരു മലയുടെ മുകളിൽ ഒരു ടവർ നിൽപ്പുണ്ട്. അതിന്റെ ദൂരം 15 മീറ്റർ ആണ്. ഓക്കെ, then the angle of elevation from നോക്കണം, from the top of the other hill. ഈ ബിയുടെ മണ്ടയില നമ്മുടെ ടവർ നിൽക്കുന്നത്, BC എന്ന് പറയുന്ന ടവർ നിൽക്കുന്നത്. അപ്പം മറ്റേ ഹില്ല് എടുക്കുക, അതിന്റെ ടോപ്പ് എടുക്കുക. അതിന്റെ ടോപ്പിൽ നിന്ന് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കണം കേട്ടോ. മുകളിലോട്ട് നോക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലവേഷൻ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ടവറിന്റെ മുകളിൽ ഒരു ഹില്ല്
ഒരു മലയുടെ മുകളിൽ ഒരു ടവർ നിൽപ്പുണ്ട്. ഇതാ നമ്മുടെ ടവർ. ഇവിടെ ഒരു മലയുണ്ടേ, ഇവിടെ ഒരു മലയുണ്ട്. ഈ മലയുടെ മുകളിൽ ഒരു ടവർ നിൽപ്പുണ്ട്. അടുത്ത മലയുടെ മുകളിൽ നിന്ന് ഈ ടവറിന്റെ മുകളിലോട്ട് നോക്കണം. നോക്ക്, ദ ആംഗിൾ ഓഫ് എലവേഷൻ ഫ്രം ദ ടോപ്പ് ഓഫ് ദ അതർ ഹിൽ. മറ്റേ മലയുടെ മുകളിൽ നിന്ന് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ, ടവറിന്റെ മുകളിലേക്ക് നോക്കണം. ഈ മലയുടെ മുകളിൽ നിന്ന് ടവറിന്റെ മുകളിലോട്ട് നോക്കണം. ഇങ്ങനെ നോക്കുക. അപ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് എലവേഷൻ, ഈ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. മനസ്സിലായി? ഈ ആംഗിൾ അതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ ABC പൈതഗോറസ് തിയറം അനുസരിച്ച് ഒരു കാര്യം പറയട്ടെ, ഈ ആംഗിൾ ഒരു കാരണവശാലും 90 ഡിഗ്രി ആവത്തില്ല. ഇത് 90 ഡിഗ്രി ആവും, ഇല്ല. 45 ഡിഗ്രി ആവത്തില്ല. 45 ഡിഗ്രി ആവണമെങ്കിൽ അതിനർത്ഥം ഇവിടെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആവണം. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ഡിഗ്രി ആവണം. ഇത് രണ്ട് 45 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആവണം. ഈ രണ്ട് സൈഡ് ഈക്വൽ ആവണം. ഇത് റൂട്ട് 675, ഇത് റൂട്ട് 15, ഒരിക്കലും ആവത്തില്ല. ഇത് രണ്ടുമല്ല. ഇനി 30 ആണോ 60 ആണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. അപ്പോൾ 30 60 ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. നിങ്ങൾ ആലോചിക്കണേ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിള് 30, 60, 90 എന്നിങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആയിരിക്കും. അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ പ്രകാരം 30ഉം 60ഉം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ ഏതോ ഒരു ആംഗിള് 30 ഒരെണ്ണം 30 ആയ അടുത്ത ആൾ 60 ആവും. മീൻസ് ഉറപ്പായിട്ടും ഈ ട്രയാങ്കിള് 30, 60 വരുന്ന ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഇതാവാനേ പാടുള്ളൂ. അപ്പൊ 1√3:2 ഇതാവാനേ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം 15ന്റെ സ്ക്വയർ എടുത്ത 625, ഇത് 675ന്റെ റൂട്ടാ. മീൻസ് 15നേക്കാൾ വലിയ നമ്പരാ. അപ്പൊ ഞാൻ ഈ 15ഉം റൂട്ട് 675 തമ്മിലുള്ള റേഷ്യോ എടുക്കാൻ പോവാം. ഓക്കെ, അതായത് 30ന്റെ 60, ഇത് തമ്മിൽ 30, 60 തന്നെ ആയിരിക്കും. അതെന്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടായിട്ട് അത് മനസ്സിലായത് കേട്ടോ. അപ്പൊ ഇത് 30, 60 ആയിരിക്കും. അപ്പൊ അതിന്റെ റേഷ്യോ 1:√3 ആവാൻ പാടുള്ളൂ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇത് 1:√3 ആണോ എന്ന്. എന്തായാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ 15നേക്കാൾ വലിയ നമ്പരായത്. കാരണം 225ന്റെ റൂട്ടാ യഥാർത്ഥത്തിൽ 15 ആവുന്നത്. ഇത് 675. ഇതിനെ അപേക്ഷിച്ച് വലിയൊരു നമ്പരായത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എപ്പോഴും 30ന്റെ ഒന്നിനെ അപേക്ഷിച്ച് √3 വലുതാ. 30ന്റെ ഓപ്പോസിറ്റാ 1 വരുന്നത്, 60ന്റെ ഓപ്പോസിറ്റാ √3 വരുന്നത്. ഈ രണ്ടെണ്ണം നമ്മൾ നോക്കിയാൽ മതി. ഒന്ന് ചെറിയ സൈഡാ, ചെറിയ സൈഡിന്റെ ഓപ്പോസിറ്റാ 30 വരുന്നത്, വലിയ സൈഡിന്റെ ഓപ്പോസിറ്റാ 60 വരുന്നത്. ഇത് 15, 15ന്റെ ഓപ്പോസിറ്റാ ചെറിയ സൈഡ്. ഇതിനെ അപേക്ഷിച്ച് √675നെ അപേക്ഷിച്ച് 15 ചെറുതാ. അപ്പൊ ചെറുതിന്റെ ഓപ്പോസിറ്റ് ആണ്, ചെറിയ നമ്പറിന്റെ ഓപ്പോസിറ്റ് ആണ് 30 വരുന്നത്. അപ്പൊ ഇയാൾ 30 ആയിരിക്കും, ഇയാൾ 60. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. വേറൊരു കാര്യം ഞാൻ ചുമ്മാ പറയാം, നിങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കണം. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ ഇതാണോ, 1:√3 ആണോ? അപ്പൊ നമുക്ക് നോക്കാം. 15:√675, ഈ 1:√3 ആണോ റേഷ്യോ എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. √675നെ ചെറുതാക്കാം. 675നെ ചെറുതാക്കി പോയാൽ മതി. നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. 4×5 5, 3×5 15, ശരിയല്ലേ? 4×5 ബാക്കി 1, 17നകത്ത് 3, 25, 5. വീണ്ടും 5 വെച്ച് ചെയ്യാം. 2×5 10, 7×5 35, പിന്നെ 3 വെച്ച് ചെയ്യാം 9, പിന്നെ 3 വെച്ച് ചെയ്യാം 3. എന്നുവെച്ചാൽ √675നെ നിങ്ങൾക്ക് 5 2 വട്ടമുണ്ട്, ഒരു 5 പുറത്തെഴുതാം. 3 2 വട്ടമുണ്ട്, ഒരു 3 പുറത്തെഴുതാം. 3 ഒരു തവണയുള്ളു, അതകത്തെഴുതാം. ഇങ്ങനെ ചെറുതായിക്കൂടെ? ഓക്കെ, 5 × 3 15, 15√3 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 15:15√3. അപ്പുറം ഇപ്പുറം 15 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ 1:√3 കിട്ടും. അപ്പൊ 30ന്റെ 60ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ 1√3 ആയിരിക്കും. എന്നുവെച്ചാൽ 1ന്റെ അവിടാണ് 30 വരുന്നത്. 1ന് ഏതാ? 15. 15ന്റെ ഓപ്പോസിറ്റാ 30 വരുന്നത്. 15ന്റെ ഓപ്പോസിറ്റ് 30. ഓക്കെ, നമ്മൾ ഈ 30ഓ 60ഓ ആവോന്ന് ചിന്തിച്ചതിന്റെ റീസൺ ഓപ്ഷൻ വെച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് ഉത്തരം ഓപ്ഷൻ എ എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ,
the minimum and maximum value of 6 sin x cos x plus 4 cos 2x are respectively എന്ന് വെച്ചാൽ ഈ സാധനത്തിന്റെ മിനിമവും മാക്സിമവും വില, ചെറിയ വിലയും വലിയ വിലയും. അപ്പൊ ഓപ്ഷൻ പ്രകാരം ആദ്യം നിൽക്കേണ്ടത് ചെറിയ വിലയായിരിക്കണം. അപ്പൊ ഇത് 5 - 5 ആദ്യം നിൽക്കുന്ന ചെറുത് വിലയല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ എ വെട്ടാം. ആദ്യം നിൽക്കുന്നത് ചെറിയ വിലയാണ് 3, 2. അതിൽ 3 ചെറിയ വിലയാണോ? അല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ സി വെട്ടാം. ഇത് ചെറിയ വിലയാ, ഇതും ചെറിയ വില. അപ്പൊ ഈ രണ്ടുപേരിൽ ഒരാളായിരിക്കും നമ്മുടെ ഉത്തരം. ബി ആണോ ഡി ആണോ? ഇത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. കാരണം ആദ്യം നിൽക്കുന്നത് മിനിമം ആയിരിക്കണം, രണ്ടാമത് നിൽക്കുന്നത് മാക്സിമം ആയിരിക്കണം. ഓക്കെ, അപ്പം -5 5 ആണോ -3 2 ആണോ എന്നാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. ഓക്കെ, ഇതും കൂടെ അങ്ങ് വെട്ടിപ്പോയിരുന്നേ, അല്ലെങ്കിൽ ഇതുകൂടെ വെട്ടിപ്പോയിരുന്നേ അടുത്ത ആളെ നമുക്ക് തർപ്പിക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കേണ്ടി വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം തന്നേക്കുന്നത് 6 sin x cos x എന്നാണ്. 6 sin x cos x plus 4 cos 2x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചെറിയൊരു കാര്യം പറയാം. ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുവാണ്. 3 × 2 × sin x cos x. ഇതൊക്കെ +1 മാത്സ് പഠിക്കണം, എന്നാലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് +1 മാത്സ് പഠിക്കാതെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ 3 × 2 × sin x × cos x. ഈ 6നെ ഞാൻ 3 × 2 എന്ന് എഴുതി. 3 × 2 6 ആണല്ലോ. പിന്നുള്ളത് 2 sin x cos x. ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. നിങ്ങൾ +1 ഒരു റിസൾട്ട് ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. sin 2x എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 2 sin x cos x ആണ്. 2 sin x cos x. അതായത് 2 sin x cos x എന്ന് പറഞ്ഞാൽ 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. അപ്പം 3 × ഈ സാധനത്തിനെ നമുക്ക് sin 2x എന്ന് എഴുതാം പ്ലസ് 4 cos 2x. ഇവിടെ രണ്ടിടത്തും ആംഗിൾ സെയിം ആയിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിനിമം മാക്സിമം വില കണ്ടുപിടിക്കുക ഒരു എളുപ്പവഴിയുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോണം. ഇപ്പൊ a sin x പ്ലസ് b cos x ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷന്റെ മിനിമം വില എന്ന് പറയുന്നത്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഒരു മൈനസ് ഇടുക, റൂട്ട് ഓഫ് ഈ a² പ്ലസ് ഈ b² ആയിരിക്കും. ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് കളയുന്ന സാധനമായിരിക്കും, റൂട്ട് ഓഫ് a² പ്ലസ് b² ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഇതിന്റെ മിനിമം മാക്സിമം ഒരേ നമ്പർ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇത് നെഗറ്റീവ് ആണ്, ഇത് പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരേ നമ്പർ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അപ്പൊ ഡിയും വെട്ടാം, ഓപ്ഷൻ ബി കറുപ്പിക്കാം. ഓക്കെ, ഇനി അല്ല എങ്കിൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കണ്ടുപിടിക്കാം. അപ്പം മൈനസ് ഓഫ് റൂട്ട് ഓഫ് a² പ്ലസ് b². ഇതാണ് a, ഇതാണ് b. അപ്പൊ 3ന്റെ സ്ക്വയറായി പ്ലസ് 4ന്റെ സ്ക്വയറായി. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് റൂട്ട് 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, മൈനസ് ഓഫ് റൂട്ട് 25 -5 എന്ന് കിട്ടും. അപ്പം -5ഉം പിന്നെ ഇതിന്റെ പോസിറ്റീവ് അല്ല 5 ആയിരിക്കും ഇതിന്റെ മിനിമം മാക്സിമം വില. അപ്പൊ ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? നോട്ട് ട്രൂ, ശരിയല്ലാത്തത്. ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽ ബൈസെക്ട് ചെയ്യുമെന്ന്, എന്നുവെച്ചാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ശരിയാണ് ആ വാചകം. അതായത് പാരലോഗ്രത്തിന്റെ ഡയഗണലിൽ നിങ്ങൾ 2 എണ്ണം വരച്ചാൽ അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വെച്ച് ഈ ഡയഗണലിൽ ഈക്വൽ ആയിട്ട് മുറിയും. ഈ അളവായിരിക്കും ഈ അളവ്, ഇതേ അളവായിരിക്കും ഇത്. അതുകൊണ്ട് ബൈസെക്ട് ഈച്ച് അതർ. പാരലോഗ്രത്തിന്റെ ഡയഗണൽ ബൈസെക്ട് ചെയ്യും. ഓക്കെ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഫസ്റ്റ് വാചകം ശരിയാണ്, ഈ വാചകം ശരിയാണ്. ഉത്തരത്തിൽ നമുക്ക് ടിക്ക് ചെയ്ത്. ഇതപ്പം ഇവിടെ ഉത്തരവല്ല. ഓക്കെ, വാചകം ശരിയാണെന്നേ ഉള്ളൂ, ഉത്തരവല്ല. നമുക്ക് നോട്ട് ട്രൂ, അതാണ് നമുക്ക് അറിയേണ്ടത്. അടുത്ത സെന്റൻസ് വായിക്കാം. ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. റോംബസ് എന്ന് പറഞ്ഞാൽ പാരലോഗ്രത്തിന്റെ എല്ലാ സൈഡും ഈക്വൽ ആവുന്ന അവസ്ഥയാണ്. പാരലോഗ്രത്തിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയ അത് റോംബസ് ആണ്. അതിന്റെ ഡയഗണൽ ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. ആ ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യും. അതും ശരിയായ വാചകം തന്നെയാണ്. ഈ വാചകം ശരിയായ വാചകം തന്നെയാണ്. അതായത് ഒരു പാരലോഗ്രത്തിന്റെ ബൈസെക്ട് ചെയ്യും, പക്ഷെ അതിന്റെ സൈഡുകളെല്ലാം ഈക്വൽ ആയ അത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. അതിനെ റോംബസ് എന്ന് വിളിക്കുന്നത്. ബൈസെക്ട് ചെയ്യുകയും ചെയ്യും, അത് 90 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഈ വാചകം ശരിയാ. മൂന്നാമത്തെ വാചകം നോക്കാം. എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണെങ്കിൽ എന്ന് വെച്ചാൽ പാരലോഗ്രത്തിന്റെ പ്രത്യേകത ആണ് ഇനി ബാക്കി വായിക്കുന്നത്. അതാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇഫ് ദ ഓപ്പോസിറ്റ് സൈഡ് ആർ ഈക്വൽ,
അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണെങ്കിൽ, ഈ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം, ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള സാധനം ഒരു പാരലോഗ്രാം ആണെങ്കിൽ, ഇതൊരു പാരലോഗ്രാം ആണെങ്കിൽ, ആണല്ലോ, പാരലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഒന്നാണ് പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഈ വാചകം ശരിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ ഉത്തരവായിരിക്കും. കാരണം താഴെ തന്നിരിക്കുന്നത് നോട്ട് ട്രൂ ആ, ഇത് 3 പെർഫെക്റ്റ് ആയിട്ടും ശരിയാണ്. അപ്പൊ അതിനകത്തൊരു സംശയം അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം പാരലോഗ്രത്തിന്റെ ഡയഗണൽ ബൈസെറ്റ് ചെയ്യും, റോംബസിന്റെ ഡയഗണൽ ബൈസെറ്റും ചെയ്യും, 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുകയും ചെയ്യും. ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണ്, മീൻസ് ഒരു ക്വാഡ്രിലാറ്ററിന്റെ പാരലോഗ്രാം ആണെങ്കിൽ ഉറപ്പിച്ചോ ആ പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അടുത്ത വാചകം നോക്കാം. ഇപ്പൊ 3 എണ്ണം ശരിയായി കഴിഞ്ഞു. അപ്പൊ ഇതിന് ഉത്തരവാനുള്ള സാധ്യതയുണ്ടേ, എന്നാലും നമുക്ക് വായിക്കാം. എ ക്വാഡ്രിലാറ്ററൽ വിൽ ബി എ പാരലോഗ്രാം, ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആയി തീരും ഇഫ് 2 ഡയഗണൽസ് ബൈസെറ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. അതിന്റെ ഡയഗണൽ ബൈസെറ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ, അത് 90 ഡിഗ്രിയിൽ ബൈസെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാരലോഗ്രാം ആയി തീരും. യഥാർത്ഥത്തിൽ ഈ വാചകം ശരി തന്നെയാണ്. ഓക്കെ, ആൾറെഡി ഈ വാചകവും ശരി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4 എണ്ണത്തിൽ ഒരാളെ കറുപ്പിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം ഏതൊരു ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണൽ ബൈസെറ്റ് അറ്റ് ഈച്ച് അതർ, ബൈസെറ്റ് ചെയ്യപ്പോൾ തന്നെ ഡയഗണൽ ബൈസെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഡയഗണൽ ഈക്വൽ ആയിട്ട് മുറിയപ്പോൾ തന്നെ അത് പാരലോഗ്രാം ആയി കഴിഞ്ഞ്, അതിന് ഏത് ആംഗിളിലായാലും ശരി, അതായത് ഡയഗണലി ഈക്വൽ ആയിട്ട് ബൈസെറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ആംഗിൾ അവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. ഇനി ഏത് ഡയഗണൽ ബൈസെറ്റ് ചെയ്യാന്ന് വെച്ചാൽ 2 ഡയഗണൽ ഇന്റർസെറ്റ് ചെയ്യപ്പോഴേ അത് ഈക്വൽ ആയിട്ട് മുറിയപ്പെടുന്നത്. അങ്ങനെ മുറിയപ്പെടുന്നോ ആ ക്വാഡ്രിലാറ്ററൽ, ഒരു ക്വാഡ്രിലാറ്ററിന്റെ 2 ഡയഗണൽ വരച്ചപ്പോൾ അത് ഈക്വൽ ആയിട്ട് മുറിഞ്ഞു മാറുന്നോ? മനസ്സിലായി? ഒരു ക്വാഡ്രിലാറ്റർ നിങ്ങൾ വരച്ച് അതിന്റെ ഡയഗണൽ വരച്ചപ്പോൾ അത് ഈക്വൽ ആയിട്ട് മുറിയുന്നോ? ഇങ്ങനെ ഇത് 2 ഈക്വൽ ആവുന്നോ? ഇത് 2 ഈക്വൽ ആവുന്നു, ഇത് 2 ഈക്വൽ ആവുന്നോ? ഉറപ്പിച്ചോ അത് പാരലോഗ്രാം തന്നെയാണ്. ഇവിടെ ആംഗിൾ എന്തായാലും ശരി. ഓക്കെ, പിന്നെ ഇവിടെ ആംഗിൾ 90 ആന്ന് പറഞ്ഞിട്ടുണ്ട്, പാരലോഗ്രാം തന്നെ. പക്ഷേ ഇതിനൊരു കാര്യം, പിന്നെ ഇത് കറുപ്പിക്കാൻ പറ്റും എന്ന് പറയുന്നതിന്റെ റീസൺ, ഇതേ നമുക്ക് കറുപ്പിക്കാൻ പറ്റും. അതിന്റെ പറയുന്നതിന്റെ റീസൺ, അങ്ങനെയുള്ളതിനെ നമ്മൾ പാരലോഗ്രാം എന്നുള്ള പേര് മാറ്റി അവിടെ റോംബസ് എന്നിട്ട് പേര് വിളിക്കാറുണ്ട്, റോംബസ്. പക്ഷെ റോംബസും പാരലോഗ്രാം ആണ്, സ്ക്വയർ റെക്ടാങ്കിൾ തന്നെയാണല്ലോ. അപ്പം അതേ കണക്ക് എല്ലാ റോംബസിനെയും നമുക്ക് പാരലോഗ്രാം എന്ന് വിളിക്കാം. ഒരു പാരലോഗ്രത്തിന്റെ എല്ലാ സൈഡും ഈക്വൽ ആവുമ്പോഴേ അതിനെ റോംബസ് എന്ന് ഒരു സ്പെഷ്യൽ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ പേരിടാം. ഇഫ് എ ക്വാഡ്രിലാറ്ററൽ വിൽ ബി എ റോംബസ്, ഒരു ക്വാഡ്രിലാറ്ററൽ റോംബസ് ആയി തീരുന്നതാണ് ഇപ്പോൾ ഇഫ് ദ 2 ഡയഗണൽസ് ബൈസെറ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇവിടെ പാരലോഗ്രാം ഇട്ടാലും ശരിയാണ്. പക്ഷേ ഇവിടെ റോംബസ് ചേർക്കുക എന്നുള്ളത് കൊണ്ട് കാരണത്താൽ നമുക്ക് ഓപ്ഷൻ ഡി വേണമെങ്കിൽ കറുപ്പിക്കാം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. ABC and BDE are 2 equilateral triangle such that D is midpoint of BC. The ratio of the area of triangle ABC to BDE. ഓക്കെ, ABCയുടെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് ഉപയോഗിച്ചാൽ BDE ഫോം ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ നമ്പർ വലുതായിരിക്കും. ആദ്യത്തെ നമ്പർ ഇതിന്റെ ഏരിയ ആയിരിക്കുമല്ലോ വലുത്, ഇതിന്റെ ഏരിയ ചെറുതായിരിക്കും. അപ്പൊ ആദ്യത്തെ നമ്പർ വലുതാവുന്ന ഓപ്ഷൻ അല്ല ഇത് രണ്ടും വെട്ടാം. അപ്പൊ ഇതോ അത് ഏതാണെന്ന് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഒരു ട്രയാങ്കിൾ ഇതായിരിക്കുന്നത്. ഈ ട്രയാങ്കിളുടെ സൈഡ് എത്രയാണെന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു സൈഡ് എടുക്കാം കേട്ടോ. ഇതിന്റെ ഹാഫ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ സൈഡ് 4 ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ സൈഡ് 4 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഇപ്പൊ ഇതിന്റെ സൈഡ് 4 എന്നോ ഇഷ്ടമുള്ള നമ്പർ ഉപയോഗിക്കാം, ചുമ്മാ ഒരു നമ്പർ ഉപയോഗിക്കാം. ഏത് സൈഡായാലും എത്ര നമ്പർ ഇട്ടാലും മതി. ഇപ്പൊ 10, 12, 20 റേഷ്യോ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ഏത് ഇട്ടാലും ഒരേ സ്ഥലത്ത് എത്തത്തുള്ളൂ. പിന്നെ ഇതാണ് ട്രയാങ്കിൾ ABC. ഇനി ഇതിന്റെ D is the mid point of BC. BCയിലെ മിഡ് പോയിന്റ് D. അപ്പൊ ഇത് 2 ആയിരിക്കും, ഇയാളും 2 ആയിരിക്കും. അവിടെ വരച്ചേക്കുന്ന ട്രയാങ്കിള് BDE എന്ന് പറയുമ്പോ അപ്പൊ ഇവിടെ കാണാൻ വരും. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ BDE, ഇതൊരു ട്രയാങ്കിൾ ABC. അപ്പൊ ABCന്റെയും BDയുടെ റേഷ്യോ എന്താ, ഏരിയയുടെ റേഷ്യോ എത്രയാണെന്നാ ചോദ്യം. അപ്പൊ ഇയാൾ വലുതായോണ്ടാ ആദ്യം നിൽക്കുന്ന നമ്പർ വലുതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ആദ്യം ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് നോക്കാം. ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് എന്തുവാ? √3a² ആണ്. √3a²/4. ഞാൻ 4 ചുമ്മാ ഇട്ടതാണ്, നിങ്ങൾക്ക് വേണേൽ 2 ഇടാം. 1 ഇട്ടാൽ പിന്നെ അതിന്റെ പകുതി അരയൊക്കെ ഇവിടെ വരും, അതുകൊണ്ട് നിങ്ങൾ 1 ഇടണ്ട. 2, 4, 6, 8 ഒക്കെ ഇടാം, 10, 12 ഇഷ്ടമുള്ളത് ഇടാം. അപ്പൊ ഇതാ √3a²/4 ഏരിയ കണ്ടുപിടിക്കാനുള്ള റിസൾട്ട്. ഇവിടം വരെ കറക്റ്റ് അല്ലേ? ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ ഇവിടെ നിൽപ്പുണ്ട്, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3a²/4 ഈസ്റ്റു. രണ്ടാമത്തെ ട്രയാങ്കിൾ നിൽപ്പുണ്ട്, അത് ഇക്വലേറ്റർ ട്രയാങ്കിൾ √3a²/4. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡ് ആണ്, ഇവിടെ 4 ആണേ. അപ്പൊ √3 ഫസ്റ്റ് ട്രയാങ്കിളാ. ട്രയാങ്കിൾ ABC-യുടെ ഏരിയ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്, ട്രയാങ്കിൾ BDE-യുടെ ഏരിയ ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. പിന്നെ √3 × a എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിന്റെ സൈഡ് 4. അപ്പൊ 4ന്റെ സ്ക്വയർ /4 ഈസ്റ്റു റേഷ്യോ. √3a എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്, അത് 2 അല്ലേ? കാരണം ഈ സൈഡ് 4 ആണ്, അതിന്റെ മിഡ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെറിയ BDE എന്ന് പറയുന്ന ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് എടുക്കാൻ നേരത്ത് 2 സെന്റിമീറ്റർ യൂണിറ്റ് ഡിസ്റ്റൻസ് വരും. അപ്പൊ ഇതും 2 ഇതും 2, അപ്പൊ അവിടുത്തെ സൈഡ് 2 വരും. അപ്പൊ 2ന്റെ സ്ക്വയർ /4. അപ്പുറം ഇപ്പുറമുള്ള /4നെ കട്ട് ചെയ്യാം, അപ്പുറം ഇപ്പുറമുള്ള √3യും കട്ട് ചെയ്യാം. അപ്പൊ പിന്നെ നമുക്ക് ശേഷിക്കുന്നത് ഇവിടെ ഒരു 4ന്റെ സ്ക്വയർ 16ഉം അപ്പുറത്ത് 2ന്റെ സ്ക്വയർ 4ഉം ആണ്. ഓക്കെ, 16നെ 4നെ 4 ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ 4:1 കിട്ടും. അപ്പൊ 4:1 ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഓപ്ഷൻ എയും വെട്ടിക്കളഞ്ഞേക്കാം. അപ്പൊ നമ്മുടെ 10 ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി 10 ക്വസ്റ്റ്യനായിട്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ, ഇനി വെറും 10 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. 91 തൊട്ട് 100 വരെയുള്ള 10 ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പം ഇതിന്റെ മുൻ ക്ലാസ്സുകൾ നിങ്ങൾ ഉറപ്പായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഫോൾഡർ എടുത്ത് കണ്ടാലും മതിയാവും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.